ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കപ്പ് കേക്ക് നമ്മൾ ചെയ്യുന്നത് മെഷറിംഗ് കപ്പോ അതുപോലെ തന്നെ കപ്പ് കേക്ക് മോൾഡോ ഒന്നും വേണ്ട, നമുക്ക് അതുപോലെ മിക്സിയുടെ ജാറിലാണ് നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 5 സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇതുപോലത്തെ ഒരു സ്പൂണിൽ നിറയെ അങ്ങ് 5 സ്പൂൺ മൈദ എടുത്താൽ മതി കേട്ടോ. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. പിന്നെ ഇതിലേക്ക് കൊക്കോ പൗഡർ 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കുന്നെങ്കിൽ 1 സ്പൂൺ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുക. അപ്പോൾ ബേക്കിംഗ് സോഡ വളരെ ചെറിയൊരു സ്പൂണിന് ഒരു 1/4 സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടെ അരിച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ്. പിന്നെ മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കരുത്, എപ്പോഴും പറയുന്ന പോലെ തണുപ്പൊക്കെ മാറ്റിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 2 മുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഒരു സ്പൂണിന്, അതേ സ്പൂണിന് തന്നെ ഒരു 5 സ്പൂണോളം തന്നെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര 5 സ്പൂൺ ചേർക്കുക. നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടെ വേണമെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3 സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കുക, വെളിച്ചെണ്ണ അല്ലാത്ത ഓയിൽ ചേർക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 സ്പൂൺ വാനില എസൻസ് ആണ്. വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അപ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഉണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ബീറ്റർ വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഫ്ലഫി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് മുട്ടയുടെ ഈ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള പൊടിയാണ്, അതൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ചായിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 2 സ്പൂണൊക്കെ ആദ്യം ചേർത്തിട്ട് അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് ബാറ്റർ ഒരുപാട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ യോജിപ്പിച്ചെടുത്തപ്പോൾ കുറച്ചൊരു കട്ടിയുണ്ട്, കാരണം നമ്മൾ മുട്ട ഒരുപാടൊന്നും ബീറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളൊരു 1 സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു ചെറിയ സ്പൂണിന് ഒരു 1/2 സ്പൂൺ വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർക്കുകയാണെങ്കിൽ ആ ഒരു മുട്ടയുടെ സ്മെല്ലും ഒന്നും ഉണ്ടാവില്ല, അതുപോലെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒഴിക്കാൻ പോകുന്ന ഇതുപോലത്തെ പേപ്പർ കപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇത് മിക്കവരുടെ വീട്ടിലുള്ളതാണ്, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഇതുപോലത്തെ പേപ്പർ കപ്പ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് നമുക്ക് കപ്പ് കേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും ഹൈറ്റ് വേണ്ടല്ലോ. അപ്പോൾ ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കുറച്ച് ഈ ഒരു ഗ്ലാസ്സിൽ നമ്മൾ നന്നായിട്ട് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് നന്നായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും എണ്ണ തേച്ച് കൊടുക്കുക. പിന്നെ ഒട്ടും കട്ടിയില്ലാത്ത ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് ഒരുമിച്ചാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിറയെ ഒന്നും ഒഴിക്കരുത്, ഒരു 1/2 ഭാഗമൊക്കെ ഒഴിച്ചാൽ മതി. 1/2 ഭാഗത്തിലും കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ ഒരുപാട് കൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങ് പൊങ്ങി പുറത്തേക്ക് വരും. അപ്പോൾ ഞാനിതുപോലെ ഒരു 1/2 ഭാഗമാണ് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കറക്റ്റ് ഈ ഒരു അളവിൽ ഒരു 5 ഗ്ലാസ്സിൽ ഒഴിക്കാനായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുക്കറിലോ അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലോ ഒക്കെ വേണമെങ്കിൽ ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ സാധാരണ നമ്മുടെ ഇതുപോലെ ഒരു പാത്രത്തിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റീമൊക്കെ ചെയ്യുന്ന പാത്രമാണ്, അതിൻ്റെ താഴെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മേളിൽ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് അടച്ച് 10 മിനിറ്റ് നന്നായി ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ നന്നായി ചൂടായി വന്ന ശേഷമാണ് നമ്മൾ ഈ തട്ടിൻ്റെ മുകളിലേക്കായിട്ട് ഈ ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു 2 വട്ടം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എല്ലാം ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഇല്ലയെന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചിട്ടും ഉള്ളിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത ശേഷം നമ്മളിത് അടച്ചിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ഇത് വേവിച്ചിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. പിന്നെ മൂടിയിൽ ഇതുപോലെ ഹോളുണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ഞാനൊരു 25 മിനിറ്റ് ആയപ്പോൾ കറക്റ്റ് തുറന്ന സമയത്ത് നന്നായിട്ട് ബേക്കായിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നമ്മുടെ കേക്കൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്, എല്ലാം നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ അതിലൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കപ്പ് കേക്കൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. നല്ലതാ സോഫ്റ്റായിട്ടാണ് ഉള്ളത് ഇതുപോലെ. പിന്നെ ഇത് നല്ല തണുത്തതിന് ശേഷം മാത്രം ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താൽ മതി.
ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്ന ശേഷം ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് സൈഡൊന്ന് വിടിയിച്ചു കൊടുക്കുക. ഗ്ലാസ് ഒന്നും കീറേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്കിതുപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കപ്പ് കേക്ക് കയ്യിലേക്ക് കിട്ടും. അത്രയ്ക്ക് എളുപ്പമാണ്. കണ്ടില്ലേ, നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം നല്ല റെസിപ്പി ആയിട്ട്. താങ്ക്